ഈ രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം ഓരോ ദിവസവും കേൾക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മുടെയൊക്കെ ജീവിതം വളരെ ക്ഷണികമാണെന്ന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ലക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുവാൻ കേൾക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വചനം ഇവിടെ ഓർക്കാം. ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിന് ദൈവാത്മാവ് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് അടിയന്തരമായും ചെയ്യാനായിട്ടുള്ളതായ കാര്യം കർത്താവ് തന്ന കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞത് ഓർക്കുന്നു. കർത്താവ് വരാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പലരോട് ചോദിക്കാനിടയായി തീർന്നു. അതിലൊരാൾ പറഞ്ഞ കാര്യം ആ പ്രസംഗം എടുത്തു പറഞ്ഞു. ആ 1 മണിക്കൂർ കൊണ്ട് ആവോളം സുവിശേഷ ട്രാക്റ്റുകളുമൊക്കെ സാധിക്കുന്നിടത്തോളം പേരുടെ കയ്യിൽ എത്തിക്കാനായിട്ട് ഞാൻ ഉത്സാഹിക്കും എന്ന് ഉത്തരം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. വേറെ പല ഉത്തരങ്ങളും ഉണ്ട്. എന്ന് ഞാനിപ്പോഴത് ഓർപ്പിച്ചത്, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഇനി ഏറ്റവും കുറച്ച് സമയമേ ഉള്ളൂ എന്നറിഞ്ഞാൽ അത് അടിയന്തരമായി ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് അതാണ്. നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗം, അതിൻ്റെ വിശദാംശങ്ങളാണ് നാം ധ്യാനിക്കുവാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ആ മഹാനിയോഗം നമ്മൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് പരിശോധിക്കാം. നമ്മുടെ തലക്കെട്ടിൽ നമ്മൾ കൂടെ ഓർക്കുന്നത് പോലെ ആ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ നമ്മൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് വരികിൽ ശരിയായ പാതയിലേക്ക് മടങ്ങി വരാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ മഹാനിയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ പല ക്ലാസ്സുകളായിട്ട് നമ്മൾ ചിന്തിച്ചത്. പോയി പ്രസംഗിക്കണം. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിച്ചായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? സാക്ഷ്യം വഹിക്കണം. അപ്പോൾ കർത്താവ് പ്രസംഗിക്കണം എന്ന് ഉള്ള കൽപ്പന കൊടുക്കുന്നതിനോട് ചേർന്ന് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം എന്ന് കർത്താവ് നിയോഗം നൽകിയിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 വാക്യങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചായിരുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ പ്രസംഗ വിഷയങ്ങളൊക്കെ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അപ്പം അതുകൊണ്ട് സാക്ഷികളാകാനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ കണ്ടു. അതിൽ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചായിരുന്നു. സാക്ഷികളാകാനായിട്ട് കുറേ അധികം പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ച് പ്രസംഗം പറയാം, പക്ഷേ പഠിച്ച് സാക്ഷികളാകാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ സാക്ഷികളാകുന്നതിൽ നമുക്കുണ്ടായിട്ടുള്ള ആത്മീക അനുഭവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവമക്കളായ നമുക്കെല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും
കർത്താവുമായിട്ട് കൈക്കൊണ്ട് പാപമോചനം പ്രാപിച്ചവരാണ് ദൈവമക്കൾ. അപ്പോൾ ദൈവമക്കൾക്ക് എല്ലാവർക്കും ജീവിതസ്പർശിയായി പറയാനായിട്ട് ഉള്ളതായ വലിയൊരു കാര്യമാണ് ഈ സാക്ഷ്യം. ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, പാപമോചനം പ്രാപിച്ചു എന്നുള്ളത് മറ്റുള്ളവരോട് പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രസംഗം പറയാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല. എന്നാൽ സാക്ഷികളാകാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ വലിയ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കുവാനുള്ളതായ ആവശ്യകത ഉണ്ട്. ദൈവാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യം വഹിച്ചതിൽ ഒരു മനോഹരമായ മാതൃക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും 9-ാം അധ്യായം വായിച്ച് ധ്യാനിച്ചുകൊണ്ടൊക്കെ വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. അവിടെ പിറവിയിലെ കുരുടനായിരുന്നവനെ കർത്താവ് കാഴ്ച കൊടുത്തു. അവനെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. പിന്നെ അധ്യായം മുഴുവനും നമ്മൾ കാണുന്നൊരു കാര്യം, അവൻ പലവട്ടം ഈ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. സാധാരണ നിലയിൽ ഒരു വട്ടം പറഞ്ഞാൽ മതിയത്. പക്ഷേ ഇവൻ ഈ സാഹചര്യത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളിലൂടെയും സമ്മർദ്ദത്തിലൂടെയും കടന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ട് അവൻ എത്രയോ വട്ടമാണ് ഈ അധ്യായത്തിൽ തന്നെ ആ സാക്ഷ്യം പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വാക്യങ്ങളിലൂടെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവൻ പലവട്ടം ഈ സാക്ഷ്യം പറഞ്ഞ കാര്യം ചിന്തിച്ചപ്പോൾ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയുണ്ടായി. അവിടുന്ന് ഒരു പ്രയോഗം, ഒരു വാചകം ഞാനൊന്ന് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ആ ബന്ധത്തിലൊന്ന് വായിച്ചോളൂ. ലൂക്കോസ് 21-ൻ്റെ 12-13 വാക്യങ്ങൾ. എല്ലാത്തിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെ നാടുവാഴികളുടെ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ തരം ആകും. അപ്പോൾ അവിടെ അവർ നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ സാക്ഷ്യം ഒത്തിരി പ്രതികൂലങ്ങൾ ഉള്ളതായ ഒന്നാണ്. അത് കർത്താവിടെ മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ കാര്യം ഒന്നുകൂടി പരാമർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന് വേണ്ടിയുള്ള പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുള്ളത് നമുക്കറിയാമല്ലോ. ഈ അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്നതായ വിശദാംശങ്ങളാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും വരവ് അടുത്ത് വരുമ്പോൾ നമുക്കെല്ലാം വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും എന്ന് ആരും വിചാരിക്കരുത്. പിന്നെയോ പ്രതികൂലങ്ങൾ ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മുടെ കർത്താവ് മുന്നറിയിപ്പായിട്ട് നൽകുകയാണ്. നിങ്ങളെ ഉപദ്രവിക്കും, പള്ളികളിലും തടവുകളിലും ഒക്കെ ഏൽപ്പിക്കും എന്നൊക്കെ അവിടെ കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പക്ഷേ എൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. എനിക്ക് ആ പ്രയോഗം വളരെ മനോഹരമായിട്ട് ആസ്വദിക്കുവാനിടയായിട്ട് തീർന്നു. പ്രതികൂലങ്ങളാണ്, പക്ഷേ ആ പ്രതികൂലങ്ങൾ സാക്ഷ്യം പറയുന്നതിനുള്ളതായ അവസരമായിട്ട് തീരും എന്നുള്ളത്
നമ്മുടെ കർത്താവ് ഓർപ്പിക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യമൊന്ന് ഓർത്താൽ മതി. ഈ അപ്പോസ്തലന്മാർ സഭാചരിത്രത്തിൻ്റെ തുടക്ക നാളുകളിൽ എന്തോരം പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നുപോയത്. മേലാൽ ഈ നാമത്തിൽ സംസാരിക്കരുത് എന്ന് തർജ്ജനം ചെയ്തുമൊക്കെ അവരെ പറഞ്ഞയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവരിങ്ങോട്ട് മാറി പിന്നെയും അവരെ കർത്താവ് ഏൽപ്പിച്ച ആ വലിയ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തേക്കാളധികം നിങ്ങളെ അനുസരിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് പോയി പ്രസംഗിക്കണം, ഈ നാമത്തിൽ സാക്ഷ്യം വഹിക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞതായ വാക്കും അതോട് ചേർന്ന് ഈ നാമത്തിലല്ലാതെ വേറെ ഒരു നാമത്തിലും രക്ഷയില്ല എന്നുള്ളതും പ്രവൃത്തി 4:12 പത്രോസ് ധൈര്യമായി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ചരിത്രമാണല്ലോ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അധികമുള്ളത്. അപ്പോൾ ആ ചരിത്രം നമ്മൾ വായിച്ചാൽ ആരുടെയൊക്കെ മുമ്പിലാണ് പൗലോസ് സാക്ഷ്യം പറയുന്നത്? അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് നീണ്ടൊരു പ്രസംഗം പൗലോസ് നടത്തുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നടത്താൻ പറ്റിയത്? തന്നെ ഒരു തടവുകാരനായിട്ട് പിടിച്ചു. അപ്പോൾ അങ്ങനെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നും സുവിശേഷ സത്യങ്ങൾ ദീർഘമായി പ്രസംഗിക്കുവാൻ, ഞാൻ ഈ വാക്കൊന്നും ഉപയോഗിച്ചോട്ടെ, പൗലോസിന് തരം വന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു സാധാരണ നിലയിലുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ പൗലോസ് സ്വതന്ത്രനായി പുറത്താണെങ്കിൽ ഈ രാജാക്കന്മാരോടൊന്നും ഇങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രതികൂലങ്ങളെ ദൈവം എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നതിന് മുഖാന്തരമാക്കി തീർക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കുമ്പോഴും നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ആ സാക്ഷ്യത്താൽ അനേകരെ കർത്താവിൻ്റെ കൃപയിലേക്ക് ആകർഷിക്കാനുമുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച ഈ ബന്ധത്തിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ 9-ാം അധ്യായത്തിലൂടെ പോകുമ്പോൾ വളരെ അസാധാരണമായ വഴിയിലൂടെ ഈ സൗഖ്യം ലഭിച്ച മനുഷ്യൻ കടന്നു പോവുകയാണ്. ഇവൻ പിറവിയിലെ കുരുടനാണ്. പിന്നെ അവൻ്റെ തൊഴിലെന്തായിരുന്നു നമ്മളവിടെ കാണുന്നുണ്ട്. എന്തായിരുന്നു തൊഴിൽ? ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും യഹൂദ മത നേതാക്കളുടെയൊക്കെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് അവസരമുണ്ടായി എന്നുള്ളത് എത്രയോ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവർ പോണ വഴി എന്തെങ്കിലും ഒരു തുട്ടിട്ട് കൊടുത്തിട്ട് പോകുന്ന ബന്ധമേ ഇവനോട് ഉണ്ടാകാനുള്ളതായ സാധ്യതയുള്ളൂ. പക്ഷെ അവൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവന് പറയാൻ, സാക്ഷ്യം വഹിക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാമെന്ന് വിചാരിക്കുന്നുള്ളൂ. കാരണം ഈ 9-ാം അധ്യായത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണത്. ആദ്യത്തെ സാഹചര്യം നമ്മൾ കാണുന്നത് 9-ാമത്തെ വാക്യത്തിലാണ്. 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. എല്ലാ വാക്യവും നമ്മൾ വായിക്കണം നിർബന്ധമില്ല. എന്നാൽ ഈ വാക്യം ഒന്ന് വായിക്കാം. ഈ കുരുടൻ ആദ്യം സാക്ഷ്യം വഹിക്കുന്നതായ രംഗം അവിടെ നമ്മൾ കാണുകയാണ്. വായിച്ചാട്ടെ. യോഹന്നാൻ 9:9 വാക്യം. അവൻ തന്നെയെന്ന് ചിലരും, അല്ല അവനെപ്പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു. അവിടെ ഇതൊരു തർക്കവിഷയമായിട്ട് തീർന്നു. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് നമുക്കറിയാവുന്ന അവൻ തന്നെയാണ്, അല്ല വേറെ ചിലർ പറഞ്ഞു അവനെപ്പോലെയുള്ളവരാണ്. അപ്പോൾ അവൻ പക്ഷേ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു അവനെപ്പോലെയുള്ളവനൊന്നും അല്ല,
ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ആ സമയം ഉപയോഗിച്ച് എത്ര മനോഹരമായിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നതായി നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇവൻ എത്ര ധൈര്യമായിട്ടാണ് തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഓരോ സാക്ഷ്യവാചകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുള്ള മാതൃകയായിട്ടാണിത് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവൻ നൽകിയതായ മനോഹരമായ മാതൃക നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. ഇനി അതിൻ്റെ 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സാക്ഷ്യത്തിൻ്റെ അടുത്ത തലം എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതും കൂടെ വായിക്കാം. അവൻ യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ ഇയാൾ മാറിയിട്ടില്ല, ഞാൻ തന്നെയാണെന്ന് 9ാം വാക്യത്തിൽ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ കാര്യം നടന്നത് എന്നുള്ളത് പറയാനായിട്ട് അവനൊരു അവസരം കിട്ടുക. അതെ, ഒരു ഭിക്ഷക്കാരന് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുക, അവന് ഉത്തരം പറയാൻ അവസരം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് അത്ര സാധാരണയായൊരു കാര്യമല്ല. പക്ഷേ ഇങ്ങനെ അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവന് വളരെ കൃത്യമായിട്ട് ഈ സാക്ഷ്യം വഹിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുക. എൻ്റെ സാക്ഷികളാകണം. ആ വാക്യത്തിൽ ഒരു പ്രയോഗം നോക്കുകയും യേശു എന്ന് പേരുള്ള മനുഷ്യൻ. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ഈ സൗഖ്യം തന്നത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളങ്ങനെ സംശയിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നീട് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ വളരെ കൃത്യമായിട്ട് അവനാ സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ്. ഞാൻ 4 കാര്യങ്ങളൊന്ന് അവിടെ നിന്ന് എടുത്ത് പറയട്ടെ. യേശു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവൻ വളരെ കൃത്യമായി പറഞ്ഞു. കർത്താവിന് സൗഖ്യം കൊടുക്കാനായിട്ട് അങ്ങനെ ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടണമെന്നൊന്നും പ്രത്യേകിച്ചൊരു നിർബന്ധമില്ല. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാലും സൗഖ്യമാകും, അങ്ങനെയും ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കർത്താവ് ചെയ്ത കാര്യം ഇവൻ വളരെ കൃത്യമായി സാക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ കർത്താവ് ചെയ്ത എന്തോരം കാര്യങ്ങളെ പറയാനായിട്ടുള്ളത്. ഇവന് ചേറുണ്ടാക്കിയ കാര്യം, കണ്ണി പൂശിയ കാര്യം പറയാനുള്ളൂ. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചേയില്ലേ. കർത്താവ് നമുക്കായ ലോകത്തിൽ വന്നു, ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ചു, കഷ്ടമനുഭവിച്ച് മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനി മടങ്ങി വരാൻ പോകുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇവിടെ സാക്ഷ്യം വഹിക്കുമ്പോൾ യേശു ചെയ്ത പ്രവൃത്തികൾ പറയുകയാണ്. ഇവിടെ യേശു അവനോട് പറഞ്ഞ കൽപ്പന പറയുകയാണ്, പോയി ശീലോഹോം കുളത്തിൽ കഴുകുക എന്നുള്ളതായ കൽപ്പന കൊടുത്തു. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ എന്ത് അനുസരണം അവന്. കർത്താവ് അവനോട് പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ ഇവന് ഇതനുസരിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് ചെയ്ത കാര്യം കൊണ്ട് സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസം അവന് ഉണ്ടാകണം. അല്ലാണ്ട് പിറവിലെ കുരുടനായ എനിക്ക് ഈ ചേറുണ്ടാക്കി കണ്ണിൽ പൂശിയിട്ട് കുളത്തിൽ പോയി കഴുകിയാൽ കാഴ്ച കിട്ടും എന്ന് പറയുന്ന കാര്യം, അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് വളരെ കൃപ വേണ്ടിയൊരു കാര്യമാണ്. നയമാനോട് പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞപ്പോൾ നയമാൻ ആദ്യം പറഞ്ഞു, ഇതെന്ത് മാർഗമാണിത്, ഇങ്ങനെയാണോ കുഷ്ഠരോഗം മാറ്റണത് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പലരുടെയും നിർബന്ധം കൊണ്ട് അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവനൊരു നിർബന്ധവും വേണ്ടിയിരുന്നില്ല, നിർബന്ധിക്കാൻ ആരും ഉണ്ടായിരുന്നുമില്ല. പറഞ്ഞ കാര്യം അതതുപോലെ അനുസരിച്ചു. കുരുടന് എന്ത് നല്ല മാതൃകയാണ്.
നമ്മളോട് കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവ് കൽപ്പിച്ചതൊക്കെയും ചെയ്യുക എന്നുള്ളിടത്താണ്. അപ്പോൾ ഇവനോട് പറഞ്ഞ കാര്യം അതേറ്റവും കൃത്യമായി വിശ്വസിച്ച് ഏറ്റവും കൃത്യമായിട്ട് അവൻ അനുസരിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് യേശു കൊടുത്ത കൽപ്പന ഈ കുരുടൻ എത്ര മനോഹരമായിട്ട് അനുസരിച്ചു. അവനിപ്പോൾ സാക്ഷ്യം പറയുക, ഞാൻ പോയി കഴുകി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒന്ന് മാറിയൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുന്ന കാര്യം മാത്രമല്ല, പിന്നെയോ അത് ഞാൻ പിന്നെ പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മുടെ കർത്താവിനോട് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം സാക്ഷ്യത്തോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എന്നോടുകൂടി ഇരിക്കുക കൊണ്ട് സാക്ഷ്യം പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിനോട് കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഓരോ ദിവസവും കർത്താവിനോട് കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ വചനം വായിച്ചും അനുസരിച്ചുമാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ, അങ്ങനെ അനുസരിച്ചതിൻ്റെ നന്മ നമുക്ക് എത്രയോ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യം വഹിക്കുന്നത് കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള കാര്യം പറയുന്നത് മാത്രമല്ല, പിന്നെയോ നാം കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോൾ, കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ അനുസരണം കാണിക്കുമ്പോൾ, ആ അനുസരണത്തിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, ആ സാക്ഷ്യം നമുക്ക് തുടർമാനമായി പറയാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള എത്രയോ സാക്ഷ്യങ്ങൾ മറ്റ് പലർക്കും കർത്താവിൽ ആശ്രയിക്കുവാൻ അനുസരിക്കാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ മുഖാന്തരമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതായ ഒരു സത്യമായിട്ട് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. പിന്നെ അവൻ ഒടുവിൽ പറഞ്ഞു, കുരുടന് കിട്ടിയ അനുഗ്രഹം പറഞ്ഞു, ഞാൻ പോയി കഴുകി എൻ്റെ കണ്ണ് ഞാൻ കാഴ്ച പ്രാപിച്ചു. ആർക്ക് ഇതിനെ തടയാനായിട്ട് സാധിക്കും? ആർക്ക് പ്രതിവാദം പറയാനായിട്ട് കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുരുടൻ എത്ര മനോഹരമായിട്ടാണ് ആ സാക്ഷ്യം നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി താഴോട്ട് വരുമ്പോൾ ഇത് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ഇവിടെ നിന്നുകൊണ്ടൊരു വാക്ക് ഓർപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കർത്താവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞത്, രക്ഷിക്കപ്പെടാൻ സാധിച്ചത്, കർത്താവ് നമുക്ക് പാപമോചനം തന്നത്, അത് മറ്റുള്ളവരോട് പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന് കർത്താവ് നിയോഗം നൽകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള വലിയ ഉത്തരവാദിത്വം ഇവിടെ കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞ് നിർവഹിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കുരുടൻ ഈ 9-ാം അധ്യായത്തിലെ ചരിത്രത്തിൽ എത്രയോ വട്ടം അത് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി അടുത്ത സാക്ഷ്യം 15-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ പഴയ സാക്ഷ്യത്തിൻ്റെ ആവർത്തനമാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് ആ വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം എന്ന് കരുതുക. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പരീശന്മാർ വന്ന് ഇവനെ ഒരർത്ഥത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അവർ ചോദ്യം ചെയ്യുന്നതിൻ്റെ പിമ്പുള്ള ലക്ഷ്യം ഇതിനിടയ്ക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ശബത്ത് തെറ്റിച്ചു, അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്നൊക്കെ പറയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇവൻ്റെ വിശ്വാസത്തെ ഒട്ടുമേ ബാധിക്കുന്നില്ല. അപ്പോൾ അവിടെ വളരെ ധൈര്യമായിട്ട് ഈ കാര്യം പരീശന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിലും കർത്താവ് ചേറ് തേച്ച കാര്യവും കുളത്തിൽ പോയി കഴുകിയ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അവൻ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. 20-21 വാക്യങ്ങളിൽ സാക്ഷ്യമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒടുവിലൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അത് അവൻ്റെ മാതാപിതാക്കളുടെ സാക്ഷ്യമാണ്. അവൻ്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു.
അപ്പോൾ ഇവർ ഈ കാര്യം ഉറപ്പിച്ചു. ഇവൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല, ഞങ്ങളുടെ മോനാണ്, അവൻ കുരുടനായിട്ട് ജനിച്ചവനുമാണ്. അവിടം വരെ അവർ നല്ല ഉറപ്പായിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവൻ്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവന് ഈ പലവട്ടം പറഞ്ഞ് ഇവർ കേട്ടില്ലായിരുന്നോ? കേട്ടു. ഇവനൊരു പക്ഷേ ആദ്യം പറഞ്ഞത് ആരോടായിരിക്കും? കാഴ്ച കിട്ടി എന്നുള്ളത് പോയി ആദ്യം അവൻ്റെ അമ്മയപ്പന്മാരോടായിരിക്കുമല്ലേ പറഞ്ഞത്. കാരണം അവൻ പിറവിലെ കുരുടനാണ്. അപ്പോൾ ഈ കാഴ്ച കിട്ടിയപ്പോൾ ആ സന്തോഷം കൊണ്ട് പോയി ആദ്യം കണ്ടത് എൻ്റെ അമ്മയും അപ്പനും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിൽ അതൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടില്ല. കാരണം അമ്മയപ്പന്മാരോടത് നിശ്ചയമായിട്ടും അത് പറഞ്ഞു കാണും. പക്ഷേ അവർക്ക് ഇത് ധൈര്യമായിട്ട് പറയാവുന്നതാണ്. കാരണം ഇവനങ്ങനെ ഇത്രയും വർഷമൊക്കെ അങ്ങനെ ആയിരുന്നയാളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ അവന് സൗഖ്യം കിട്ടി, അവൻ വന്ന് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞായിരുന്നു എന്ന് എന്ത് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ അവരുടെ മതപരമായ സുരക്ഷിതത്വം നോക്കി. കാരണം ഇവിടം വരെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി അവനോട് ചോദിച്ചു, അവന് പ്രായമുണ്ടല്ലോ. ഇത് പറഞ്ഞാൽ കർത്താവിനെ ഏറ്റു പറയുന്നവർ പടിഭ്രഷ്ടരാകണമെന്നുള്ളൊരു ധാരണ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം അത് മറച്ചു എന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചിട്ട് പറയണമല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കുരുടനെ ആരൊക്കെ മാറി മറിച്ചൊക്കെ ചോദിച്ചാലും കുരുടൻ പറയുന്നതിന് ഒരു വ്യത്യാസം ഇല്ല. അവനെങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തണേ? കാരണം അവൻ ഇത്രയും വലിയ അനുഗ്രഹത്തിലേക്ക് വന്നവന് എങ്ങനെയാ ആ അനുഗ്രഹം തന്നവനെ മറക്കാൻ പറ്റും? അവനെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്കെങ്ങനെ പറയാതിരിക്കാൻ പറ്റും? കാരണം നാം കർത്താവിനെ വിശ്വസിച്ചു, നമുക്ക് കിട്ടിയ അനുഗ്രഹം എത്രയോ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ നന്ദികേടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പൗലോസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയണല്ലോ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എൻ്റെ പൗലോസിനെ എവിടെ അവസരം കിട്ടിയാലും അതൊരു തരമായിട്ട് കണക്കാക്കി സുവിശേഷം പറയുക, സാക്ഷ്യം പറയുക എന്നുള്ളത് ഈ പ്രവൃത്തികളുടെ 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ഒക്കെ താനൊരു കുറ്റവാളിയെപ്പോലെ വിസ്തരിക്കപ്പെടുമ്പോഴാണ് എന്തോ ഒരു ദീർഘമായിട്ടാണ് തൻ്റെ സാക്ഷ്യം പറയുന്നത്. 9-ാം അധ്യായത്തിൽ പൗലോസ് സുവിശേഷം വിശ്വസിച്ച് കൃപയിലേക്ക് വന്നതായ ആ സാക്ഷ്യം 22-26 അധ്യായങ്ങളിലെല്ലാം വളരെ വിശദമായിട്ട് പറയുക. തരം കിട്ടിയപ്പോൾ അത് വിശദമായി പറഞ്ഞ് തൻ്റെ ആ സാക്ഷ്യം വെളിപ്പെടുന്നതോടൊപ്പം കർത്താവ് നൽകുന്നതായ വലിയ രക്ഷയുടെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെയും ഭവനങ്ങളിൽ പോയി വചനം പറയും ഒക്കെ ചെയ്തപ്പോഴും ചിലപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ എല്ലാ തത്വങ്ങളും ഒരാളോട് ആദ്യം തന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല, പറയാവുന്ന അന്തരീക്ഷവും ആയിരിക്കുകയില്ല. പക്ഷേ നമുക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. കാരണം ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാൽ സുവിശേഷം കേൾക്കാൻ അവസരമുണ്ടായി, കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു എന്നുള്ളതായ കാര്യം പറയുന്ന കൂട്ടത്തിൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാതാപിതാക്കളുടെ വാക്കുകൾ
ഒരു മുന്നറിയിപ്പായിട്ടിരിക്കട്ടെ. അവരുടെ മകന് ഇത്രയും നന്മ ചെയ്തതായ ഒരു വ്യക്തിയെക്കുറിച്ച് അവർ ധൈര്യത്തോടെ പറയേണ്ടതായിരുന്നു. പറഞ്ഞ് വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കേണ്ടതായിരുന്നു. പക്ഷേ സാധിച്ചില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാതാപിതാക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഇവനതൊട്ടും ബാധിച്ചില്ല. അവന് പറയാൻ അവസരം കിട്ടിയിടത്തൊക്കെ വളരെ ധൈര്യത്തോടെ അത് തുടർന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാനുള്ള നിയോഗം എല്ലാ ഗൗരവത്തിലും നമുക്ക് സൂക്ഷിക്കാം. ഞാൻ വേഗത്തിൽ ബാക്കി 2 വേദഭാഗം കൂടെ പറയട്ടെ. 25-ാമത്തെ വാക്യമാണ് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് കുരുടൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അനേക വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കുറച്ച് മനോഹരമായിട്ട് പറയുന്നതായ വാക്കുകൾ, ബാക്കി വാക്കുകൾക്കൊന്നും മനോഹാരിത കുറവില്ല. എന്നാൽ 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളൊരു വാക്യവുമാണ്. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു. ആ വാചകം എല്ലാവരും ഒന്ന് മനഃപ്പാഠം പഠിച്ചിരുന്നത് നല്ലതാണ്. ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അതാണ് സാക്ഷ്യം. അപ്പോൾ ഇവിടെ കർത്താവിനെക്കുറിച്ച് വലിയ ഒരു തർക്കം കർത്താവിൻ്റെ ആളത്വത്തോടുള്ള ബന്ധത്തിലൊക്കെ പറയുക. ശബത്ത് കുർബാനിക്കാത്തതുകൊണ്ട് അവൻ പാപിയാണെന്നൊക്കെയുള്ളതായ വാക്കുകൾ ഒക്കെ പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്ന കാര്യം, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ വാചകം എല്ലാവരും മനഃപ്പാഠം പഠിക്കണം. സാക്ഷ്യം പറയാൻ അവസരം വരുമ്പോൾ ഇത് ഓർക്കണം. വേറെ വലിയ തിയോളജി ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് സുവിശേഷം പറയാനായിട്ട് അവസരം കിട്ടുമ്പോൾ എനിക്കതിന് വലിയ പരിചയമില്ല, അതിനുള്ള വചനപാണ്ഡിത്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ പറയാൻ എന്തോരം വചനപാണ്ഡിത്യം വേണം? ഒരു വചനപാണ്ഡിത്യം വേണ്ട. ഞാൻ പാപിയായിരുന്നു, യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, കർത്താവ് പാപമോചനം തന്നു, ഞാൻ സ്വർഗത്തെ പ്രത്യാശിച്ച് ജീവിക്കുന്നു. ആർക്കും പറയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ സത്യം എല്ലാ കൃത്യതയിലും വെളിപ്പെടുത്താനുള്ളതായ ആവശ്യകത ഉണ്ട്. ഞാൻ ഇന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്ത ഒരു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ളതായ എന്തോരം തർക്കങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. കർത്താവിനെക്കുറിച്ച് എന്തെല്ലാം പറയുന്ന ആൾ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ തർക്കങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ നടക്കേണ്ട ആവശ്യം ഇല്ല. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലിയല്ല. അങ്ങനെ നമ്മൾ തർക്കം പറയാൻ പോയാൽ നമുക്ക് സാക്ഷ്യം പറയാൻ അവസരത്തിലേക്ക് പോലും നമ്മൾ എത്തുകയില്ല. കാരണം തർക്കിച്ച് തീരുമ്പോഴേക്കും ആളോട് സംസാരിക്കാനുള്ള അവസരവും മിക്കവാറും തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പത്രോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതിനോട് പ്രതിവാദം പറയണം എന്നുള്ളതായ വാക്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങൾക്ക് തർക്കവും മറുപടിയും പറഞ്ഞ് പറയാനായിട്ട് ആ വാക്യപ്രകാരം ശ്രമിക്കേണ്ടതായ ആവശ്യമില്ല. അതിവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുകയാണ്. ഈ കുരുടൻ എന്ത് ഭംഗിയായിട്ടാണ് പറയുന്നത്, പാപിയോ അല്ലയോ എന്നൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങളിൽ കുടുങ്ങി എത്രയോ ആളുകൾ അവരുടെ ജീവിതം അതിനുവേണ്ടി ഉപയോഗിച്ച് നിത്യനരകത്തിലെത്താനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ തർക്കമൊക്കെ പറയുന്നവരോട് നമ്മൾ വഴക്കൂടേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കർത്താവിനെക്കുറിച്ച് പറയാനുള്ള കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് ആ സാക്ഷ്യം വെളിപ്പെടുത്തുക എന്നുള്ളത് അതിൽ തന്നെ വളരെ അനുഗ്രഹീതമായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ചയും മാതൃകയും ഏറ്റെടുക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സൗഖ്യം കൊടുത്തവനെ കുറ്റപ്പെടുത്താനായി വീണ്ടും ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ചോദിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ പിന്നെയും ഈ സൗഖ്യം കിട്ടിയ കുരുടൻ സാക്ഷ്യം പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല,
ഇവൻ്റെ ധൈര്യം നോക്കണേ. കാരണം ഇതാരോടാണ് ഈ പറയുന്നത്? ഈ അപ്പനും അമ്മയും ഇവർ പുറത്താക്കി കളയുമെന്ന് പേടിക്കുന്ന ആളുകളോടാണ് ഇവൻ പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചില്ല. ഇതൊരു ഭിക്ഷക്കാരൻ്റെ വാക്കുകളാണ്, പഴയ ഭിക്ഷക്കാരൻ്റെ വാക്കുകളാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അവൻ എന്ത് ധൈര്യമായിട്ടാണ് ഈ സാക്ഷ്യം നിർവഹിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ഇത്രയും നാളും കുരുടനായിട്ടൊക്കെ ഇരുന്ന് ഭിക്ഷാടനം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളല്ലേ, ഞാനിപ്പോൾ ഇവരോട് എന്ത് പറയാനാ, ഇവരെന്തെങ്കിലും പറയട്ടെ എന്നൊന്നും വിചാരിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. കാരണം അവൻ കർത്താവിൽ നിന്നുള്ളതായ വലിയ അനുഗ്രഹം അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ ഏതു വില കൊടുത്തും കർത്താവിനെക്കുറിച്ചുള്ളതായ സാക്ഷ്യം പറയത്തക്കവണ്ണം അവൻ ശക്തിപ്പെട്ടു. നമ്മുടെ ഒരു കുറിവാക്യം ഉണ്ടല്ലോ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ സാക്ഷ്യം പറയാനുള്ള ശക്തി പ്രാപിച്ചാൽ, അദ്ദേഹം പിന്നെ വിശദീകരിക്കാം, സാക്ഷ്യം പ്രാപിക്കാനുള്ള ശക്തി നമുക്കുണ്ടായാൽ, പ്രിയപ്പെട്ടവർ, ഏത് തർക്കവിതർക്കങ്ങളുടെ നടുവിലും നമ്മുടെ കർത്താവ് രക്ഷിതാവാണ് എന്നുള്ളതായ കാര്യം വെളിപ്പെടുത്തത്തക്കവണ്ണം നാം ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഇവരോട് ചോദിക്കുകയാണ്, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? അടുത്ത വാക്കുകൾ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ ഇവരൊക്കെ പ്രസംഗം പറയുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ പ്രസംഗകൻ ആരായിട്ട് മാറി? പ്രസംഗകൻ ഈ സൗഖ്യം പ്രാപിച്ച കുരുടനായിട്ട് മാറി. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്നൊക്കെ ഇവർ തിരിച്ചവനോട് ചോദിക്കുന്നുണ്ട്. അവനെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവർ അത്ഭുതപ്പെട്ടു. ശിഷ്യന്മാരുടെ പ്രസംഗം പോലും അവരെ അത്ഭുതപ്പെടുത്തിയതല്ലേ. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ആളുകൾ. പ്രവൃത്തി 4:13 നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവരെന്ത് പ്രസംഗമാണ് ഈ പറയുന്നത് എന്നുള്ള അവരെ അന്ന് അത്ഭുതപ്പെടുത്തിയതാണ്. ഇപ്പോൾ കർത്താവ് സൗഖ്യം നൽകിയ ഭിക്ഷക്കാരനായിരുന്ന ഈ മനുഷ്യൻ്റെ വാക്കുകളുടെ മുമ്പിൽ അവർ പതറിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവനിലുണ്ടായതായ ആ പരിവർത്തനത്തിൻ്റെ മഹത്വം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ കുരുടനായിരുന്ന മനുഷ്യൻ എന്ത് ധൈര്യത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം നിർവഹിക്കുന്നത്. ഇനി ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, അത് 7-ാമത്തേതാണ്. 32-33 വാക്യങ്ങളിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ എനിക്ക് പറയണമെന്നുണ്ട്. അതിനടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവൻ എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. എന്നിട്ട് അവൻ പറയുകയാണ്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആ 2 വാക്യങ്ങൾ നമുക്ക് ഈ വാചകത്തിൽ സംക്ഷേപിക്കാം. എൻ്റെ കണ്ണ് തുറന്നവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് അവൻ ധൈര്യപൂർവം സാക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഈ 9-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം അവൻ്റെ സാക്ഷ്യം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ധൈര്യപൂർവ്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞ് ഈ രാത്രിയിലെ ചിന്ത അവസാനിപ്പിക്കട്ടെ. ഈ കുരുടൻ്റെ മാതൃക പിൻപറ്റിയാൽ ഭിക്ഷക്കാരനായിരുന്ന ഈ കുരുടനേക്കാൾ നമുക്ക് എത്രയോ യോഗ്യതകൾ പറയാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവനൊരു വായിച്ചിട്ടുണ്ടോ? ഇവനെ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വായിക്കണേ? എങ്ങനെയാണ്? അവൻ പിറവിയിലെ കുരുടനാണ്. നമ്മളെന്തോരം കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, വചനം എന്തോരം വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവൻ്റെ ഈ ധൈര്യവും
അവൻ സാക്ഷ്യം എല്ലാ ധൈര്യത്തോടും കൂടി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളതായ മാതൃകയാണ്. അതുകൊണ്ട് ഈ കുരുടിനേക്കാളൊക്കെ അധികം സാധ്യതകൾ ലഭിച്ച നമുക്ക് എത്രയോ ശക്തമായിട്ട് നാം നമ്മുടെ കർത്താവിൽ നിന്ന് അനുഭവിച്ചതായ നന്മകളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ സാക്ഷികൾ ആകുവിൻ. ആ നിയോഗം നിർവഹിക്കുന്നതിൽ ഈ സൗഖ്യം കിട്ടിയ കുരുടൻ്റെ അതിമനോഹരമായ മാതൃക പിൻപറ്റാം. ഇതൊക്കെ സഹോദരിമാർക്കും പിള്ളേർക്കും ഒക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിർവഹിക്കാൻ കഴിയുന്നതായ വളരെ മനോഹരമായിട്ടുള്ളതായ ശുശ്രൂഷയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. 1-2 ഹിന്ദുക്കളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന 2 സഹോദരന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഒരാൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അവർ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അവരോട് അവരുടെ കൂടെ പഠിച്ച ഒരാൾ പറഞ്ഞ സാക്ഷ്യമാണ് അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവരുടെ വായിൽ നിന്ന് തന്നെ ആ സാക്ഷ്യം കേൾക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഈ സാക്ഷ്യം നമുക്ക് നിർവഹിക്കാനുള്ള അവകാശമുണ്ട്. അതിലേക്ക് നമ്മളെല്ലാവരും മടങ്ങി വരിക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കുന്നത്. പ്രസംഗം തടയാനായിട്ട് ആളുകൾ ശ്രമിക്കും. പക്ഷേ ഇങ്ങനെ സാക്ഷ്യം പറയുന്നതെന്ന് ആർക്കും തടയാൻ പറ്റുമോ? തടയാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ നിയോഗമേറ്റെടുത്ത് ഈ തലമുറയിൽ അത് വിശ്വസ്തമായി നിർവഹിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.